മലയാളിക്ക് വിഷു എന്നാൽ വെറുമൊരു ആഘോഷമല്ല. അത് പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും ഒരു പുതിയ തുടക്കമാണ്. കണിപ്പൂക്കളുടെ മഞ്ഞ വെളിച്ചവും കൈനീട്ടത്തിന്റെ സ്നേഹസ്പർശവും സദ്യയുടെ സമൃദ്ധിയും ചേർന്നൊരുക്കുന്ന ആ മനോഹര നിമിഷം ഓരോ മലയാളിയുടെയും മനസ്സിൽ ശുഭപ്രതീക്ഷകളുടെ വിത്തുപാകുന്നു. പ്രകൃതി അതിന്റെ നിറവും മണവും മാറുന്നത് പോലെ ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പുതിയ നിറങ്ങൾ ചാലിക്കപ്പെടുന്ന ഒരു വർഷമാണ് 2026. നക്ഷത്രമണ്ഡലത്തിലെ 15ാമത്തെ നക്ഷത്രമായ ചോതി വായുദേവനാൽ ഭരിക്കപ്പെടുന്നതും തുലാം രാശിയിൽ ഉൾപ്പെടുന്നതുമാണ്. സ്വാതി എന്നും അറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അടയാളം കാറ്റിൽ ആടിക്കളിക്കുന്ന ഒരു ഇളം തളിരോ അല്ലെങ്കിൽ ഒരു രത്നമോ ആണ്. കാറ്റിലെ ഇളം തളിരിന്റെ വഴക്കവും രത്നത്തിന്റെ ദൃഢതയും ചോതി നക്ഷത്രക്കാർക്കുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കാനും ആകാശത്തോളം ഉയരത്തിൽ പറക്കാനും ആഗ്രഹിക്കുന്നവരാണ് ചോതിക്കാർ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങളുടെ ജീവിതയാത്രയിൽ ചില മന്ദഗതികളും തടസ്സങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ 2026 ഈ വിഷു സംക്രമം നിങ്ങളുടെ ചിറകുകൾക്ക് പുതിയ കരുത്ത് നൽകാനാണ് എത്തുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷു എന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. കണി കാണുന്ന പൊന്നിൻ തിളക്കവും കയ്യിൽ സ്വീകരിക്കുന്ന വിഷുക്കൈ നീട്ടവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ പോസിറ്റീവ് എനർജിയെയാണ് സൂചിപ്പിക്കുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുക്കൈ നീട്ടമെന്നത് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെയാണ്. തുലാം രാശിയുടെ അധിപനായ ശുക്രനും നക്ഷത്രനാഥനായ രാഹുവും ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാലമാണിത്. എന്താണ് ഈ വിഷുവിൽ ചോതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്? സാമ്പത്തികമായി നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾക്ക് ഒരു അറുതിയുണ്ടാകുമോ? ദാമ്പത്യ ജീവിതത്തിൽ കാത്തിരുന്ന സമാധാനം കൈവരുമോ? അതോ തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയ മാറ്റം ഈ വർഷം സംഭവിക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് 2026 വിഷുഫലം നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പ്രപഞ്ചത്തിലെ ഊർജ്ജപ്രവാഹം ഓരോ നക്ഷത്രക്കാരെയും ഓരോ രീതിയിലാണ് ബാധിക്കുന്നത്. ചോതി നക്ഷത്രക്കാർ പൊതുവെ നീതിനിഷ്ഠയുള്ളവരും മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. നിങ്ങളുടെ ഈ സദ്ഗുണങ്ങൾക്കുള്ള പ്രതിഫലം പ്രകൃതി തിരിച്ചു നൽകുന്ന സമയമാണിത്. ചിലർക്കിത് വീട് പണിയാനുള്ള കാലമാണ്. ചിലർക്കിത് കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനുള്ള സമയമാണ്. മറ്റു ചിലർക്ക് ഇത് വിദേശ യാത്രകൾക്കും പുതിയ സംരംഭങ്ങൾക്കും വഴി തുറക്കുന്ന കാലമാണ്. ജീവിതത്തിന്റെ സങ്കീർണതകളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ഈ വിഷുക്കാലം നിങ്ങൾക്ക് വഴികാട്ടിയാകും. അനാവശ്യമായ ഭയങ്ങൾ വെടിഞ്ഞ് വരാനിരിക്കുന്ന നല്ല നാളുകളെ എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കേണ്ട നിമിഷമാണിത്. വായുവിനെ പോലെ ചടുലവും എന്നാൽ രത്നത്തെ പോലെ വിലപിടിപ്പുള്ളതുമായ നിങ്ങളുടെ വ്യക്തിത്വത്തിന് 2026 വിഷുക്കാലം നൽകുന്ന സന്ദേശം മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, വളർച്ചയെ സ്വീകരിക്കുക എന്നതാണ്. സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഈ വിശകലനം വരും വർഷത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾക്കും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾക്കും ഒരു ചൂണ്ടുപലകയായി മാറും. ഐശ്വര്യത്തിന്റെ ഈ കണിക്കാലം ചോതി നക്ഷത്രക്കാർക്ക് എപ്രകാരമെല്ലാം അനുഗ്രഹപ്രദമാകുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. 2026 വിഷുബലം അനുസരിച്ച് ചോതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ മിശ്രബലമാണ് പ്രതീക്ഷിക്കേണ്ടതെങ്കിലും വർഷത്തിന്റെ പകുതിക്ക് ശേഷം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വർഷത്തിന്റെ തുടക്കത്തിൽ അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരാം. കുടുംബത്തിലെ ആഘോഷങ്ങൾക്കോ വീട് പുതുക്കി പണിയുന്നതിനോ വേണ്ടി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. എന്നാൽ മുടങ്ങിപ്പോയ പല വരുമാന സ്രോതസ്സുകളും ഈ വർഷം വീണ്ടും തുറക്കപ്പെടും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ വർഷം അത്ര അനുയോജ്യമല്ല. എന്നാൽ ഭൂമി, സ്വർണം എന്നിവയിലുള്ള നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം നൽകും. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. കഴിഞ്ഞ കുറച്ചു കാലമായി അലട്ടിക്കൊണ്ടിരുന്ന കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ ഈ വർഷം അവസരമുണ്ടാകും. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും സാധിക്കും. തർക്കത്തിലായിരുന്ന കുടുംബ സ്വത്തുക്കൾ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കാനോ അല്ലെങ്കിൽ ന്യായമായ വിഹിതം ലഭിക്കാനോ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചോതി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമായിരിക്കും 2026. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ അംഗീകാരവും സ്ഥാനക്കയറ്റവും ലഭിക്കും. ശമ്പള വർധനവിനും വിദേശ യാത്രകൾക്കും സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാനും സംരംഭം വിപുലീകരിക്കാനും സാധിക്കും. IT, മാർക്കറ്റിംഗ്, വസ്ത്രവ്യാപാരം, നിർമ്മാണ മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം ലഭിക്കുന്ന സമയമാണിത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വിസ നടപടികൾ വേഗത്തിലാവുകയും ഒരു മികച്ച ജോലി ലഭിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. എങ്കിലും ചില കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും.
ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും മാറി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ സാമ്പത്തിക സഹായമോ മാനസിക പിന്തുണയോ ലഭിക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യത ഈ വർഷം കാണുന്നു. ചോതി നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാകാൻ സാധിക്കും. തുലാം രാശിയുടെ നന്മകൾ ഈ വർഷം ദാമ്പത്യത്തിൽ പ്രതിഫലിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചില അസുഖങ്ങൾ പോലും അവഗണിക്കരുത്. അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമാകും. വസ്തു വാങ്ങുന്നതിനോ ഗൃഹപ്രവേശനത്തിനോ ഉള്ള ശുഭയോഗങ്ങൾ ഈ വർഷം കാണുന്നു. ചോതി നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണെങ്കിലും ഈ വർഷം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. മനസ്സിന് സമാധാനം നൽകുന്ന ആത്മീയ യാത്രകൾ ഈ വർഷത്തെ പ്രധാന പ്രത്യേകതകളായിരിക്കും. അമിതമായ ജോലിഭാരവും ചിന്തകളും കാരണമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നതിലൂടെയും അന്നദാനം നടത്തുന്നതിലൂടെയും ജീവിതത്തിൽ വലിയ പുരോഗതിയും മാനസിക സംതൃപ്തിയും അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും. സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏകാഗ്രതയോടെ പഠിച്ചാൽ വിജയം ഉറപ്പാണ്. അലസത വെടിഞ്ഞ് പരിശ്രമിക്കേണ്ട കാലമാണിത്. ഉദര സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക. പുറത്തുനിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കുക. ദീർഘദൂര യാത്രകളിൽ ജാഗ്രത പാലിക്കുക. രാത്രികാല ഡ്രൈവിംഗ് ഒഴിവാക്കുന്നത് നല്ലതാണ്. ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഹോർമോൺ സംബന്ധമായോ തൈറോയിഡ് സംബന്ധമായോ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. കൃത്യമായ ഇടവേളകളിൽ വൈദ്യപരിശോധന നടത്തുക. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം അനുകൂല സമയമാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. നിങ്ങൾ അറിയാതെ തന്നെ ചില ശത്രുക്കൾ ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ സത്യസന്ധതയും പരിശ്രമവും അവരെ പരാജയപ്പെടുത്താൻ സഹായിക്കും. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചോതി നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആയതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ഉത്തമമാണ്. രാഹുദോഷം കുറയ്ക്കാൻ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും 100 പാലും സമർപ്പിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാര നടത്തുന്നതും മനഃശാന്തി നൽകും. ഈ വർഷം വെള്ള നീല നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ചുരുക്കത്തിൽ 2026 വിഷു ചോതി നക്ഷത്രക്കാർക്ക് ഭാഗ്യനിർഭരമായ ഒരു വർഷത്തിന്റെ തുടക്കമാണ്. കരിയറിലെ ഉയർച്ചയും സാമ്പത്തിക സുരക്ഷിതത്വവും ഈ വർഷത്തെ പ്രധാന സവിശേഷതകളാണ്. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോയാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നാക്കി മാറ്റാൻ സാധിക്കും.